സ്വാമി ആനന്ദതീർത്ഥന്റെ ജീവിതകഥയെ പ്രമേയമാക്കി ആർ ഉണ്ണിമാധവൻ എഴുതിയ നോവൽ ചേയ കാലം തെറ്റിപ്പിറന്ന കൃതിയല്ല, കാലം സൃഷ്ടിച്ചെടുത്ത കൃതിയാണ് എന്ന് ചരിത്രകാരൻ ഡോക്ടർ ദിനേശൻ വടക്കിനിയിൽ അഭിപ്രായപ്പെട്ടു. എതിർദിശ സാഹിത്യവേദി സംഘടിപ്പിച്ച പുസ്തക ചർച്ചയിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ രീതിയിലെ ക്ലാസിഫിക്കേഷൻ അപ്പുറത്തേക്ക് പുതിയ രീതിയിലൊരു ക്ലാസിഫിക്കേഷൻ തന്നെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നോവൽ വളർന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിനെ എങ്ങനെ വിളിക്കണം എന്ന് എനിക്കറിയില്ല. വിനോദ് മാസ്റ്റർക്ക് അറിയായിരിക്കും. ആലോബയോഗ്രഫിക്കൽ എന്നൊക്കെ പറയുന്നത് സാഹിത്യ ക്ലാസ്സുകളിൽ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് കാണാം. വ്യക്തിയുടെ അനുഭവങ്ങൾ സമഷ്ടിയുടെ അനുഭവങ്ങളായി മാറുന്നതും അതിനെ പരസ്പരം നെഗോഷിയേഷനിലൂടെ പുതിയ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. സ്വാമി ആനന്ദതീർത്ഥന്റെ ഇതിഹാസമാനമാർന്ന ജീവിതകഥയെ പ്രമേയമാക്കി ആർ ഉണ്ണിമാധവൻ എഴുതിയ നോവൽ ചേയ കാലം തെറ്റിപ്പിറന്ന കൃതിയല്ല, കാലം സൃഷ്ടിച്ചെടുത്ത കൃതിയാണ് എന്ന് ചരിത്രകാരൻ ഡോക്ടർ ദിനേശൻ വടക്കിനിയിൽ അഭിപ്രായപ്പെട്ടു. എതിർദിശ സാഹിത്യവേദി സംഘടിപ്പിച്ച പുസ്തക ചർച്ചയിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. തന്റെ കാലത്തെ മറ്റു പല സമൂഹ പരിഷ്കർത്താക്കളെയും പോലെ ജാതിയെ കേന്ദ്രീകരിച്ചുള്ള സ്വത്വവാദപരമായ പ്രവർത്തനങ്ങളിൽ തറഞ്ഞു നിന്നില്ല എന്നതുകൊണ്ടാകാം നവോത്ഥാന നായകൻ എന്ന നിലയിൽ അർഹിക്കുന്ന അംഗീകാരം ആനന്ദതീർത്ഥന് ലഭിക്കാതെ പോയതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാമിയുടെ വ്യക്തിത്വത്തെ സമഗ്രമായും ആനുഭൂതികമായും ആവിഷ്കരിക്കാൻ നോവലിസ്റ്റിന് സാധിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ദിനേശൻ നിരീക്ഷിച്ചു. എതിർദിശ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നോവലിലെ ഒരു കഥാപാത്രം കൂടിയായ രഘു തായത്തുവയൽ, ടി.വി. ഉണ്ണികൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചു. ചരിത്രം എപ്പോഴും തന്നെ ആകർഷിച്ചിട്ടുണ്ടെന്നും ശിരസിയും പിതൃനാരസ്യനും ഉൾപ്പെടെയുള്ള തന്റെ നോവലുകളുടെ സ്വാഭാവികമായ തുടർച്ച എന്ന നിലയിലാണ് ആനന്ദതീർത്ഥനെ കേന്ദ്രമാക്കിയുള്ള ഒരു നോവലിലേക്ക് എത്തിയതെന്നും ഗ്രന്ഥകാരൻ ഉണ്ണിമാധവൻ വിശദീകരിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 2ാം പതിപ്പിലേക്ക് കടന്ന ചേയ നോവലിന്റെ പ്രസാധകർ മാതൃഭൂമി ബുക്സാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.